സച്ചിൻ, ഒരുപക്ഷെ പാലക്കാട്ടുകാർക്ക് വലിയ തരത്തിലുള്ള അപമതിപ്പുണ്ടാക്കിയ പാലക്കാട്ടുകാർ ചുമക്കേണ്ടതുണ്ടോ ഈ പീഡനവീരൻ എന്നുള്ള ചോദ്യമാണ് ഡിവൈഎഫ്ഐ ഉയർത്തുന്നത്. ഇപ്പോൾ ഗൃഹസന്ദർശന ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുന്നു. എന്താണ് ആ പരിപാടിയുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ? ആരൊക്കെയാണ് ഇപ്പോൾ പങ്കെടുക്കുന്നത്? വളരെ പഴയ കേസാണ്. കോടതി പാലക്കാട്ടെ പീഡന ആരോപണ വിധേയൻ നിരവധി വനിതകൾ പീഡനക്കുറ്റം ആരോപിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പീഡനവീരനെ ഇനി സഹിക്കേണ്ടതുണ്ടോ പാലക്കാട്ടുകാർ? ഈ ക്രിമിനൽ ഇനിയും MLA സ്ഥാനത്ത് തുടരേണ്ടതുണ്ടോ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഡിവൈഎഫ്ഐ നടത്തുന്ന ഗൃഹസന്ദർശന ക്യാമ്പയിന് പാലക്കാട്ട് തുടക്കമായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഇപ്പോൾ സച്ചിൻ ചേരുന്നുണ്ട് പാലക്കാട് നിന്ന്. സച്ചിൻ, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് SFI നടത്തിയ വേറിട്ട ഒരു ക്യാമ്പയിൻ, സെൽഫ് ഡിഫെൻസ് ക്യാമ്പയിൻ. രാഹുൽ മാങ്കൂട്ടത്തിൽ പോലെയുള്ള പീഡനവീരന്മാരിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണമെന്നാണ് SFI കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥികളെ പഠിപ്പിച്ചത്. ഇപ്പോൾ പാലക്കാട്ടെ വോട്ടർമാരെ ബോധവൽക്കരിക്കാൻ ഡിവൈഎഫ്ഐ നടത്തുന്ന പ്രത്യേക ക്യാമ്പയിൻ, എന്താണ് വിവരങ്ങൾ? തീർച്ചയായും സിജു, അതുതന്നെയാണ്. ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ SFIയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ വീട് കയറിയുള്ള ക്യാമ്പയിൻ ഇപ്പോൾ പാലക്കാട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി KC റീ, അതുപോലെ തന്നെ ജില്ലാ പ്രസിഡന്റ് R ജയദേവൻ, SFI ജില്ലാ സെക്രട്ടറി S വിപിൻ, പ്രസിഡന്റ് അഭിഷേക് അടക്കമുള്ള നേതാക്കളുടെ നേതൃത്വത്തിലാണ് വീടുകൾ കയറി ഇപ്പോൾ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവർ പ്രധാനമായും ഉന്നയിക്കുന്നത് ഈ പീഡനവീരനെ പാലക്കാടൻ ജനത ഇനിയും ചുമക്കേണ്ടതുണ്ടോ, അതുപോലെ തന്നെ ഈ കൊടും ക്രിമിനലിനെ എന്തിന് സഹിക്കണം തുടങ്ങിയ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. ഇപ്പോൾ ഒരു വ്യത്യസ്തമായ ക്യാമ്പയിൻ ഡിവൈഎഫ്ഐ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ വീടുകളും കയറുക എന്നുള്ള ഉദ്ദേശമാണ് ഡിവൈഎഫ്ഐ ഇവിടെ എടുത്തിട്ടുള്ളത്. ഓരോ വീട്ടിലും കയറി വീട്ടിലെ ആളുകളെ ഇത് ബോധ്യപ്പെടുത്തുക എന്നുള്ളത്. പ്രത്യേകിച്ച് പാലക്കാട് പോലുള്ളൊരു മണ്ഡലത്തിനകത്ത് ഇതുപോലൊരു രാഷ്ട്രീയ വിഴുപ്പിന് കൊണ്ടുവന്ന് തന്ന ഷാഫി പറമ്പിൽ ഉൾപ്പെടെ ഇതിന്റെ ഭാഗമാണ്. അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഡിവൈഎഫ്ഐ ഇന്ന് ഗൃഹസന്ദർശനം തീരുമാനിച്ചിട്ടുള്ളത്. ഈ മണ്ഡലത്തിലെ എല്ലാ വീടുകളും കയറാനാണ് ഡിവൈഎഫ്ഐ തീരുമാനിച്ചിട്ടുള്ളത്. വ്യത്യസ്തമായ സമരം തന്നെയാണ് ഡിവൈഎഫ്ഐ. അതെ അതെ, ഈ മഴയത്ത് പോലും ഡിവൈഎഫ്ഐ എല്ലാ വീടുകളും കയറുക എന്നുള്ള ഉദ്ദേശമാണ് തീരുമാനിച്ചത്. സിജോ, ഈ സമരങ്ങൾ തുടരുമെന്ന് തന്നെയാണ് ഡിവൈഎഫ്ഐ നേതാക്കൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ സമരത്തിൽ SFIയും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. SFIയുടെ ജില്ലാ സെക്രട്ടറി അടക്കമുള്ള സമരത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ കൃത്യമായ രീതിയിൽ സമരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. SFIയുടെ ജില്ലാ സെക്രട്ടറി വിപിൻ ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ വീണ്ടും ഒരു വ്യത്യസ്തമായ സമരം SFIയും അതെ, വ്യത്യസ്തമായിട്ടുള്ള സമരങ്ങൾ ഇനിയും തുടരും. രാഹുൽ മാങ്കൂട്ടം രാജിവെച്ച് പോകുന്നത് വരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സമരം SFIയുടെയും ഡിവൈഎഫ്ഐയുടെയും ഭാഗത്തുനിന്ന് അതിശക്തമായിട്ടുള്ള സമരം ഉണ്ടാവും. ഈ മണ്ഡലത്തിലെ മുഴുവൻ വീടുകളിലും SFIയും ഡിവൈഎഫ്ഐയും ഇത്തരത്തിൽ കയറണം എന്നുള്ളതാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു ക്യാമ്പയിനിങ് നടത്തുന്നതിന് വേണ്ടി ആലോചിച്ചത്. SFI ഡിവൈഎഫ്ഐ സംയുക്തമായിക്കൊണ്ട് ഇത്തരത്തിലൊരു ക്യാമ്പയിനിങ് ആലോചിച്ചത്. വരുന്ന വഴികളിൽ ഞങ്ങൾ വീടുകളിലെല്ലാം കയറുന്ന ഘട്ടത്തിൽ ആ വീടുകളിലുള്ള അമ്മമാർക്ക്, പെങ്ങന്മാർക്ക്, അതുപോലെ തന്നെ പ്രായമുള്ളവർക്കും കുട്ടികൾക്കുൾപ്പെടെ ഇതേ അഭിപ്രായമാണ്. ഞങ്ങളുടെ ക്യാമ്പയിനിങ്ങിനോട് 100% നീതി പുലർത്തുന്ന 100% ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. സിജു, അത് തന്നെയാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ശരി, സച്ചിൻ വള്ളിക്കാടാണ് നിലവിൽ പാലക്കാട്ടു നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഡിവൈഎഫ്ഐ നടത്തുന്ന ക്യാമ്പയിൻ വ്യത്യസ്തമാണ്, ആവശ്യം ശക്തവുമാണ്. പീഡനവീരൻ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനത്ത് തുടരരുത്, ഇങ്ങനെ ഒരു ക്രിമിനലിനെ പാലക്കാട്ടുകാർ ചുമക്കണോ എന്ന ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഡിവൈഎഫ്ഐ വ്യത്യസ്തമായ ക്യാമ്പയിൻ സംഘടിപ്പിച്ച വിവരങ്ങളാണ് സച്ചിൻ വള്ളിക്കാട് നൽകിയത്.